ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഓപ്ഷൻസ് ബൈ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഓപ്ഷൻസ് നമ്മൾക്ക് പ്രോഫിറ്റ് തരണമെങ്കിൽ നമ്മളുടെ വ്യൂ അല്ലെങ്കിൽ നമ്മളുടെ ഡയറക്ഷൻ കറക്റ്റ് ആകുക എന്നത് മാത്രമല്ല അല്ലെ, ആ ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ പ്രൈസ് വേഗത്തിൽ തന്നെ എത്തിച്ചേരണം. അതായത് മൊമെന്റം ഉണ്ടാവണം എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ഓപ്ഷൻസ് ബൈ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടാർഗറ്റ് ലെവലിലേക്ക് മാർക്കറ്റ് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ആ ആക്ച്വൽ പ്രോഫിറ്റോടെ എടുക്കാൻ സാധിക്കുന്നത് അല്ലേ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, മാർക്കറ്റ് പതിയാണ് വരുന്നത്, അല്ലെങ്കിൽ ഗ്രൈൻഡ് ചെയ്ത് പതിയെ വരുന്നു നമ്മുടെ ആ ഒരു ഡയറക്ഷനിലേക്ക്, നമ്മുടെ ടാർഗറ്റിലേക്ക് പതിയാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ ഡയറക്ഷനിലേക്ക് വന്നിട്ട് തിരിച്ച് നമ്മുടെ ബൈയിങ് ലെവലിലേക്ക് പോയി, അല്ലെങ്കിൽ അതിൽ കുറച്ച് താഴെ പോയിട്ട് പിന്നെ തിരിച്ച് നമ്മുടെ ഡയറക്ഷനിലേക്കൊക്കെ വരുന്നു. ഇങ്ങനെ വരുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക, നമ്മുടെ ആ ഒരു ടൈം ഡീകെ എന്ന് പറയുന്ന ഒരു ഫാക്ടർ അല്ലേ. അതായത് ഓപ്ഷൻസ് ചെയ്യുന്നവർക്കറിയാം ഇതിനകത്ത് മെയിൻ ഫാക്ടറാണ് ടൈം എന്ന് പറയുന്നത് അല്ലെ. കോൺട്രാക്ടിന്റെ വാലിഡിറ്റി അടുക്കും തോറും ഇതിന്റെ ടൈം വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ. ഒരു ഓപ്ഷൻസിന്റെ പ്രീമിയം എന്ന് പറയുന്നത് അതിന്റെ ആ ഒരു സ്പോട്ട് പ്രൈസും അല്ലെങ്കിൽ സ്ട്രൈക്കും തമ്മിലുള്ള ഡിഫറൻസ് പ്ലസ് ടൈം വാല്യൂ, അതുപോലെ തന്നെ വോളറ്റാലിറ്റി, അങ്ങനത്തെ കുറച്ച് ഫാക്ടറാണ്. അപ്പം ഈ ടൈം, അതായത് മാർക്കറ്റ് എങ്ങോട്ട് മൂവ് ചെയ്യാതെ നിൽക്കുകയാണെങ്കിൽ പോലും ഈ ടൈം വാല്യൂ അവിടെ കുറയുകയാണ് അല്ലേ. സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ, നമുക്ക് സമയം ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഓപ്ഷൻസ് എക്സ്പയറി, അതായത് ആ വാലിഡിറ്റി എക്സ്പയറി അടുക്കും തോറും ഓപ്ഷൻസിന്റെ പ്രീമിയം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഓപ്ഷൻസ് ബൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ഡയറക്ഷൻ മാർക്കറ്റ് എപ്പോഴെങ്കിലും എത്തിയിട്ട് കാര്യമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സമയത്തിനുള്ളിൽ ആ ടാർഗറ്റ് ലെവലിലേക്ക് വന്നാൽ മാത്രമാണ് നമുക്ക് ഓപ്ഷൻസ് ബൈ ചെയ്യുന്ന സമയത്ത് ബയ്യറെ സംബന്ധിച്ച് പ്രോഫിറ്റ് ആകുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന സെല്ലർക്ക് 3-2 ചാൻസും ഓപ്ഷൻ ബൈ ചെയ്യുന്ന ആൾക്ക് 3-1 ചാൻസുമാണ് വിജയിക്കാനുള്ളത്. അതെന്താണ്, ഓപ്ഷൻ സെല്ലറെ സംബന്ധിച്ചിട്ട് നമ്മൾ ഇപ്പൊ എടുക്കുന്ന ഒരു സപ്പോർട്ടിൽ നിന്നും ഒരു ബുള്ളിഷ് വ്യൂ ഉള്ള ഓപ്ഷൻ സെല്ലർ എന്ത് ചെയ്യും, പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യും അല്ലെ. ബയ്യർ എന്ത് ചെയ്യും, കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. അപ്പൊ ബയ്യറെ സംബന്ധിച്ചിട്ട് ആ പർട്ടിക്കുലർ ലെവലിന്റെ മുകളിൽ മാർക്കറ്റ് എക്സ്പയറിക്കുള്ളിൽ നിന്നാൽ മാത്രമേ ആൾക്ക് പ്രോഫിറ്റ് കിട്ടുകയുള്ളൂ. അതല്ല സെല്ലറെ സംബന്ധിച്ചിട്ട് എന്താണ്, സെല്ലർക്ക് ആ ലെവലിൽ നിന്നാലും കിട്ടും, മാർക്കറ്റ് മുകളിലേക്ക് പോയാലും കിട്ടും. ബയ്യറെ സംബന്ധിച്ച് ആ ലെവലിൽ നിന്ന് കഴിഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടില്ല, കാരണം ടൈം ഡീകെ വെച്ചിട്ട് നമ്മളുടെ പ്രീമിയം കുറഞ്ഞു പോകും. അതുപോലെ തന്നെ നമ്മൾ ആ ഉദ്ദേശിക്കുന്ന ആ ഒരു ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് എത്തിയാൽ മാത്രമാണ് ഓപ്ഷൻ ബയ്യറെ സംബന്ധിച്ച് പ്രോഫിറ്റ് കിട്ടുകയുള്ളൂ. അതായത് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ചാർട്ടിൽ നോക്കുമ്പോഴത്തേക്കും ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പം ഈ ഒരു ലെവല് നമ്മളിപ്പോൾ ഈ ഒരു ലെവൽ നോക്കുകയാണ്. ഒരു വലിയൊരു ഗ്യാപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ട് ഒരു ചെറിയൊരു രീതിയിലൊന്ന് താഴേക്ക് വന്നിട്ട് ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയി അല്ലേ. അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തായിട്ട് കണ്ടു. ഇനി വീണ്ടും ആ ഒരു ലെവലിൽ മാർക്കറ്റ് വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അപ്പം ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുള്ള രീതിയിൽ ഒരു സെല്ലറാണ് ഉള്ളതെങ്കിൽ ആ സെല്ലർ എന്ത് ചെയ്യും, ഒരു പുട്ട് ഓപ്ഷൻ അവിടെ സെല്ല് ചെയ്യും അല്ലെ. ഒരു പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യും. അതേസമയം ഒരു റീറ്റെയിലർ എന്ത് ചെയ്യും, ബയ്യർ ചെയ്യുന്നത് ഒരു കോൾ ഓപ്ഷൻ, അവിടെ ആർക്ക് മുകളിലേക്ക് പോകുന്ന ഒരു വ്യൂ ഉണ്ടെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യും അല്ലെ. ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. ഈ കോൾ ഓപ്ഷൻ ഒരു സെല്ലർ വേറെ ഉണ്ടാവും, ഈ പുട്ട് ഓപ്ഷൻ ഒരു ബയ്യർ വേറെ ഉണ്ടാവും. അപ്പൊ നമ്മൾ സെല്ലറുടെ പെർസ്പെക്ടീവിൽ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്ത ആളുടെ കാര്യം പറയുന്നു, ബയ്യറുടെ കേസിൽ നമ്മൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത ആളുടെ കാര്യം പറയുന്നു. മാർക്കറ്റ് ഇവിടുന്ന് മുകളിൽ പോകുന്നു നമ്മൾ വിചാരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു, ഇവിടെ സപ്പോർട്ട് എടുത്തു, മാർക്കറ്റ് അത്യാവശ്യം സ്പീഡിൽ തന്നെ മുകളിലേക്ക് പോയി. ഇപ്പൊ ഇവിടെ 2 പേർക്കും പ്രോഫിറ്റ് ഉണ്ട് അല്ലെ. ബയ്യർ ഇവിടെ കോൾ ബൈ ചെയ്ത ആൾക്കും പ്രോഫിറ്റ് കിട്ടി. ഇനി ഒരുപക്ഷെ മാർക്കറ്റ് ഇങ്ങനെ പോകുന്നില്ല എന്ന് നോക്കുക, ഇങ്ങനെ പോകാതെ ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ നിന്നിട്ട് എക്സ്പയറി വരെ ഇങ്ങനെ നിന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ അവിടെ വരെ പോയിട്ട് ഒന്ന് ഇറങ്ങി വന്നു, വീണ്ടും ഇങ്ങനെ ഒന്ന് ഈ ഒരു ലെവലിൽ നിന്നു, അല്ലെങ്കിൽ ഇങ്ങനെ വന്നു ഇവിടെ ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കുക. അപ്പൊ എന്ത് സംഭവിക്കും, ഈ കോൾ ഓപ്ഷൻ ബയ്യറെ സംബന്ധിച്ച് അത് ലോസ് ആയിരിക്കും അല്ലെ. ആൾക്ക് ഈ ഒരു ഡയറക്ഷനാണ് പുള്ളി വെച്ചിരുന്നത്, അവിടെ മാർക്കറ്റ് എത്തിയില്ല. എന്നാൽ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്ത ആളെ സംബന്ധിച്ച് എന്തായിരിക്കും, ഈ ലെവലിന് താഴെ പോകാതെ മാർക്കറ്റ് നിൽക്കുന്നിടത്തോളം ആൾക്ക് എന്തായിരിക്കും, പ്രോഫിറ്റ് ആയിരിക്കും അല്ലെ. ഇതാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പം പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്ത ആളെ സംബന്ധിച്ച് എന്താണ്, ഈ ഒരു ലെവലിൽ നിന്നാലും ആൾക്ക് ലാഭമാണ്, ഇതിന്റെ മോളിൽ പോയാലും ലാഭമാണ്. അപ്പൊ അവിടെ രണ്ട് ഫാക്ടർ അനുകൂലമാണ് ആർക്ക്, സെല്ലറെ സംബന്ധിച്ച്. അതേസമയം ബയ്യറെ സംബന്ധിച്ചോ, ഇതിന് മോളിൽ പോയാൽ മാത്രമേ, അല്ലെങ്കിൽ ഈ ഡയറക്ഷനിലേക്ക് പോയാൽ മാത്രമാണ് ആൾക്ക് ബെനിഫിറ്റ്. അപ്പം 3 ഫാക്ടർ ഉണ്ടെങ്കിൽ അതില് 2 സെല്ലർക്ക് അനുകൂലവും 1 ബയ്യർക്ക് അനുകൂലമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച്, നമ്മളിപ്പോ ഓപ്ഷൻ ബൈ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് നമുക്ക് ഈ മൊമെന്റം ചിലപ്പോൾ ഒരുപക്ഷെ കിട്ടിയെന്ന് വരില്ല. അതെ, നമ്മളിപ്പം ഒരു ട്രേഡ് എടുത്ത ഉടനെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക്, ഇപ്പൊ ഇവിടുന്ന് ട്രേഡ് എടുത്തു, ഒരുപക്ഷെ ഇവിടം വരെ നമ്മൾ ടാർഗറ്റ് വെച്ചു, പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ തൊട്ട് അടുത്ത ദിവസം ഇവിടെ വന്നില്ല എന്ന് വിചാരിക്കുക. അപ്പൊ പെട്ടെന്ന് വരുന്നില്ല, പക്ഷെ എക്സ്പയറി അടുക്കാറാകുമ്പോഴല്ല അതിന് ശേഷം വരുന്നെങ്കിൽ എന്ത് ചെയ്യും, നമുക്കത് നഷ്ടം തന്നെയാണല്ലേ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് മൊമെന്റം നമുക്ക് നഷ്ടപ്പെട്ടാലും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ പ്രോഫിറ്റ് കിട്ടണമെന്നല്ല, ഒരു കുറച്ചെങ്കിലും പ്രോഫിറ്റ്
നമുക്ക് കിട്ടുക എന്നുള്ള ലക്ഷ്യത്തോടെ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻസ് സെല്ല് ചെയ്യാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും സെല്ല് ചെയ്യണമെങ്കിൽ ഒരുപാട് പൈസ വേണ്ടേ, അപ്പൊ എന്നാ പിന്നെ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്താൽ പോലെയെന്ന്. അങ്ങനെയല്ല, നമ്മൾ ചെറിയൊരു പൈസയ്ക്ക് ഓപ്ഷൻസ് എങ്ങനെ സെല്ല് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. അതിനാണ് നമ്മൾ 2 സ്ട്രാറ്റജി ഇവിടെ പഠിക്കാൻ പോകുന്നത്. സ്ട്രാറ്റജിയുടെ പേരെന്ന് പറയുന്നത് ഒന്ന് നമുക്ക് ബുൾ പുട്ട് സ്പ്രെഡ്, പിന്നെ ഒന്ന് ബിയർ കോൾ സ്പ്രെഡ്. ഓക്കെ, നമ്മൾ 2 സ്ട്രാറ്റജി ഇവിടെ പഠിക്കാൻ പോവാണ്. സോ നിങ്ങൾക്ക് സ്ക്രീൻ കാണാമെങ്കിൽ മനസ്സിലാവും. അതായത് നമ്മൾ ഒന്ന് പഠിക്കുന്നത് ബുൾ പുട്ട് സ്പ്രെഡ്, ഓക്കെ, പിന്നെ ഒന്ന് ബിയർ കോൾ സ്പ്രെഡ്. ഇതെന്താണ് ഞാൻ പറഞ്ഞുതരാം. ഇത് ഓപ്ഷൻ സെല്ലിംഗ് ആണ് നമ്മൾ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്നാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഓപ്ഷൻ സെല്ല് ചെയ്യാൻ 1 ലക്ഷം 1.5 ലക്ഷം രൂപ വേണ്ട. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻസ് ഇതുപോലെ സ്ട്രാറ്റജി വൈസ് ഓപ്ഷൻസ് എങ്ങനെ എടുക്കാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഇതിൽ ബുൾ പുട്ട് സ്പ്രെഡ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, നമ്മൾ ഇതിനകത്ത് നമ്മളൊരു ATM പുട്ട്, അതായത് അറ്റ് ദ മണി പുട്ട് സെല്ലും ചെയ്യും, ഒരു OTM ഔട്ട് ഓഫ് ദ മണി പുട്ട് ബൈയും ചെയ്യും. ഓക്കെ, സോ അതുപോലെ തന്നെ ഇതിന്റെ വ്യൂ എന്ന് പറയുന്നത് നമുക്കൊരു ബുള്ളിഷ് വ്യൂ ഉണ്ടെങ്കിലാണ് നമ്മൾ ഇത് ചെയ്യുക. അപ്പോൾ ഒരു ബുള്ളിഷ് വ്യൂ അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ബുള്ളിഷ് വ്യൂ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യും. ഇനി അഥവാ അതിന്റെ ഓപ്പോസിറ്റ് നമുക്കൊരു ബിയറിഷ് സ്ട്രാറ്റജിയാണ്, ബിയറിഷ് വ്യൂ ആണ് നമുക്ക് ഉള്ളതെങ്കിൽ, ഒരു മോഡറേറ്റ് ബിയറിഷോ അല്ലെങ്കിൽ ഒരു ബിയറിഷ് വ്യൂ ആണ് നമുക്ക് ഉള്ളതെങ്കിൽ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യും. ഓക്കെ, സോ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ അതിനു മുമ്പ് നിങ്ങൾക്ക് ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാനായിട്ട്, അതായത് നമുക്കിപ്പം ഇപ്പം ലൈവ് മാർക്കറ്റിൽ തന്നെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മളിപ്പം നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്ന ലെവൽ എന്ന് പറയുന്നത് ഏകദേശം 24,211 അല്ലെ. ഈ ഒരു ലെവലിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇവിടെ ATM എന്ന് പറയുന്ന സ്ട്രൈക്ക് ഏതാണ്, 24,200 അല്ലെ. ഓക്കെ, സോ കോളിന്റെയും പുട്ടിന്റെയും അറ്റ് ദ മണി സ്ട്രൈക്ക് എന്ന് പറയുന്നത് 24,200. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നാളെ മാർക്കറ്റ് ജസ്റ്റ് ഞാനൊരു അസംഷൻ പറയാണ്, ഇതാരും എന്റെ വ്യൂ ആയിട്ട് കൺസിഡർ ചെയ്യരുത്. ഓക്കെ, സോ നമ്മൾ പറയാണ് മാർക്കറ്റ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകും. മുകളിലേക്ക് പോയാൽ തന്നെ ഏകദേശം ആദ്യം ഇവിടെ വരെ സഞ്ചരിക്കും നമ്മൾ പറയുകയാണ്. ഓക്കെ, ഈ ഒരു ലെവൽ വരെ പോകും നമ്മൾ വിചാരിക്കുകയാണ്. ഏകദേശം എത്ര പോയിന്റ് ഉണ്ട്, ഇപ്പൊ ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 125 പോയിന്റ് നമുക്ക് പോകുന്ന ഒരു വ്യൂ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ ഓപ്ഷൻസ് ഇപ്പൊ ഇവിടെ എന്നെ സംബന്ധിച്ച് ഈ ഒരു വ്യൂ എനിക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ എന്ത് ചെയ്യും, ഈ 24,200 എന്ന് പറയുന്ന കോൾ ഓപ്ഷൻ, 24,200 കോൾ ഓപ്ഷൻ വാങ്ങിക്കുന്നു. ഒരാള് ഇപ്പം A എന്ന് പറയുന്ന ഒരാള് 24,200 കോൾ ഓപ്ഷൻ വാങ്ങിക്കുന്നു. B എന്ന് പറയുന്ന ആള് ഞാൻ ഈ പറയുന്ന സ്ട്രാറ്റജി വെച്ചിട്ട് ഇത് ചെയ്യുന്നു. അതായത് 24,200 എന്ന് പറയുന്ന പുട്ട് സെല്ല് ചെയ്യുന്നു, അതിന്റെ താഴെ നിൽക്കുന്ന 24,100 എന്ന് പറയുന്ന പുട്ട് ബൈയും ചെയ്യുന്നു. ഓക്കെ, സോ ഇങ്ങനെ 2 സ്ട്രൈക്ക് എടുക്കുമെന്ന് വിചാരിക്കുക. A എന്ന് പറയുന്ന വ്യക്തി നേക്കഡ് ആയിട്ടുള്ള കോൾ ഓപ്ഷൻ ബൈ ചെയ്തു, B എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തു, ഒരു പുട്ട് ഓപ്ഷൻ സെല്ലും ചെയ്തു, വേറൊരു പുട്ട് ഓപ്ഷൻ ബൈയും ചെയ്തു. അങ്ങനെ സ്ട്രാറ്റജി ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ ഇതിന് എത്ര ക്യാപിറ്റൽ വേണ്ടി വരും, എങ്ങനെയാണ് ഇത് എടുക്കുന്നുള്ളത് ഞാനിപ്പോൾ ചാർട്ടിൽ കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഫയേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇതിനകത്ത് നമ്മളിത് ഫയേഴ്സിന്റെ ചാർട്ടാണ്. ഈ ചാർട്ടിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിവിടെ മുകളിൽ ടൂൾസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം അല്ലെ. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ സ്ട്രാറ്റജി ബിൽഡർ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ അടുത്തൊരു വിൻഡോയിൽ ഇത് ഓപ്പൺ ആയി വരും. ഓപ്പൺ ആയി വന്നതിന് ശേഷം വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ നമ്മുടെ വ്യൂ ഡെവലപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ നോക്കുക. ഇവിടെ ഓൾറെഡി പ്രീ ബിൽഡ് സ്ട്രാറ്റജീസ് എന്ന് കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കണം. ഇത് ഇവിടെ നോക്കുക, പ്രീ ബിൽഡ് സ്ട്രാറ്റജീസ്. ഓക്കെ, സോ ഈ സ്ട്രാറ്റജിയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇവിടെ കാണാം. ഇപ്പൊ നമ്മളെ ബുള്ളിഷ് വ്യൂ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ബുൾ പുട്ട് സ്പ്രെഡ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇത് ജസ്റ്റ് ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് മാത്രം നോക്കുക. ഇപ്പൊ ഞാൻ ആ ബുൾ പുട്ട് സ്പ്രെഡിന്റെ എവിടെയെങ്കിലും ഈ ഒരു ഭാഗത്ത് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കണ്ടില്ലേ, നമുക്ക് 24,200 എന്ന് പറയുന്ന ഒരു സ്ട്രൈക്ക് പുട്ട് ഓപ്ഷൻ PE അത് സെല്ലും, 24,100 എന്ന് പറയുന്ന PE പുട്ട് ഓപ്ഷൻ ബൈയും കാണിക്കും. ഇതിന്റെ പ്രീമിയം നോക്കിയേ, 72 രൂപ 70 പൈസയാണ് പുട്ട് ഓപ്ഷൻ 24,200ന്റെ പ്രൈസ്. അതുപോലെ തന്നെ 24,100 ഔട്ട് ഓഫ് ദി മണി ആയതുകൊണ്ട് 42 രൂപ 90 പൈസ. ഓക്കെ, സോ ഇത് നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കുക. ഇതിങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഈ പ്രീമിയം ലൈവ് മാർക്കറ്റിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇപ്പൊ ഇത് മാർക്കറ്റ് ക്ലോസ് ആയതുകൊണ്ട് ഈ പ്രീമിയം ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള എളുപ്പത്തിനാണ് ഞാനിത് ഓഫ്ലൈൻ മാർക്കറ്റിൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നോക്കുക, നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ പ്രോഫിറ്റും ലോസും ക്യാപ്ഡ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റും വരില്ല, അൺലിമിറ്റഡ് ആയിട്ടുള്ള ലോസും നമുക്ക് സംഭവിക്കില്ല ഈ ഒരു സ്ട്രാറ്റജിയിലൂടെ. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,937 രൂപയാണ് ഈ സ്ട്രാറ്റജി കൊണ്ട് നമുക്ക് കിട്ടുന്നത്. ഒരു
ലോട്ട് എടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, ഒരു ലോട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് മാക്സിമം നമുക്ക് കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ് 1937, മാക്സിമം നമുക്ക് വരാൻ പോകുന്ന ലോസ് 4563. അപ്പൊ നിങ്ങൾ ചോദിക്കും ലോസ് കൂടുതലാണല്ലോ, പ്രോഫിറ്റ് ഇതിനകത്ത് കുറവാണല്ലോ എന്ന്. ശരിയാണ്, പക്ഷേ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ നോക്കണം, പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് നോക്കുക. ഇത് നിങ്ങൾ നോക്കും, നിങ്ങൾക്ക് മനസ്സിലാവും ഈ 57.86% ഇതിനകത്ത് ഇത് വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 3 ഫാക്ടേഴ്സിൽ 2 സെല്ലേഴ്സിനും 1 ബയ്യർക്കും അനുകൂലമായിരിക്കും. ഇവിടെ സെല്ലർ ആണല്ലേ, ഇവിടെ നെറ്റ് പ്രീമിയം നോക്കി. അതായത് നമ്മൾ 24,200 പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് 72.70 പ്രീമിയം നമ്മൾ കളക്ട് ചെയ്യുന്നു. അതേസമയം 24,100 പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ നമ്മൾ 42.90 നമ്മൾ പ്രീമിയം കൊടുക്കുന്നു. അപ്പം ഈ കൊടുക്കുന്നതും വാങ്ങുന്നതും വെച്ച് നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് 29 രൂപ 80 പൈസ നമ്മുടെ കയ്യിൽ ഉണ്ട് എക്സസ് അല്ലെ. 72 രൂപ നമ്മൾ വാങ്ങി, അതിൽ 42 രൂപ 90 പൈസയാണ് നമ്മളിത് മേടിക്കാൻ വേണ്ടി, ഈ പുട്ട് ഓപ്ഷൻ വാങ്ങാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത്. 24,200 എന്ന് പറയുന്ന പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്തപ്പോൾ നമ്മൾ 72 രൂപ 70 പൈസ പ്രീമിയം കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ നെറ്റ് എന്ന് പറയുന്നത് 29 രൂപ 80 പൈസ നമുക്ക് നമ്മുടെ ഉണ്ട് പ്രീമിയം. ഓക്കെ, സോ നമ്മുടെ വ്യൂ കറക്റ്റ് ആണ് എങ്കിൽ നമുക്ക് ഈ ഒരു പ്രീമിയം നമുക്ക് കിട്ടും. ആ പ്രീമിയം ഇൻറ്റു 65 ഈ കാണുന്ന 1937. ഓക്കെ, മാക്സിമം ലോസ് വരുന്ന ഇത്. ഇവിടെ പ്രോബബിലിറ്റി നിങ്ങൾ നോക്കുക, 57.86% നമുക്ക് വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്ക് പോയാലും നമുക്ക് പ്രോഫിറ്റാ, നമ്മൾ എടുക്കുന്ന ലെവലിന്റെ താഴെ പോകാതെ ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്താലും നമുക്ക് പ്രോഫിറ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ച് ഇവിടെ പ്രോഫിറ്റ് കുറവും ലോസ് കൂടുതലാണെങ്കിലും ഈ ലോസ് സംഭവിക്കാനുള്ള സാധ്യത കുറവാണ്. നമ്മൾ ഇവിടെ വിൻ ചെയ്യാനുള്ള സാധ്യത 100ൽ 58% നമുക്ക് ഇവിടെ വിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പോയിട്ട് 42% ആണ് നമുക്ക് ഇത് ലോസ് വരാനുള്ള സാധ്യത. ഓക്കെ, സോ അതാണ് ഈ ഒരു ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാനിത് എക്സൽ ഇട്ട് ഒന്നുകൂടെ വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുക, ഈ ഒരു പേ ഓഫ് ചാർട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കണ്ടില്ലേ, ഇപ്പം മാർക്കറ്റ് 24,200 നിൽക്കുന്നത്. ഓക്കെ, സോ ഇനി 24,170 ആ ലെവലിന്റെ അവിടെ വന്ന് മാർക്കറ്റ് എൻഡ് ചെയ്യണമെന്ന് വെച്ചോ, നമുക്ക് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല, ബ്രേക്ക് ഇവൻ ആയിരിക്കും നമ്മുടെ സ്ട്രാറ്റജി. ഓക്കെ, സോ അതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ എന്താവും, നമ്മൾ എക്സ്പയറിയോട് കൂടി, അതായത് നാളെ ഇപ്പൊ എക്സ്പയറി ആണല്ലോ, നമുക്ക് മാക്സിമം ലോസ് എന്ന് പറയുന്നത് 4,563. അതിനുശേഷം ഈ ലൈൻ നോക്കിയേ, ഈ ലൈൻ എന്തായി, ജസ്റ്റ് ഒരു ഇവിടെ സ്റ്റോപ്പ് ആയല്ലേ, ഇതിനകത്ത് പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസ് ഇനി കൂടാനൊന്നുമില്ല, ഫ്ലാറ്റ് ആയിട്ട് ഈ ലൈൻ അങ്ങ് പോവാണ്. അതായത് 4,563 മാത്രമാണ് ലോസ്. അതേപോലെ തന്നെ പ്രോഫിറ്റ് ഇവിടെ ക്യാപ്ഡ് ആണ് അല്ലെ. ഈ ഒരു ലെവൽ വന്നു കഴിഞ്ഞാൽ, അതായത് മാർക്കറ്റ് 24,200 എക്സ്പയറി ആകുന്നത്. അപ്പൊ നാളെ 24,200 ഓപ്പൺ ചെയ്യുന്നു, അല്ല ആ പരിസരത്ത് എവിടെയെങ്കിലും ഓപ്പൺ ചെയ്തു, മാർക്കറ്റ് എൻഡ് ചെയ്യുമ്പോൾ 24,200 ആ പരിസരത്താണ് ഓപ്പൺ ക്ലോസ് ചെയ്യുന്നതെങ്കിൽ എന്താണ്, നമുക്ക് 1937 ആയിരിക്കും പ്രോഫിറ്റ്. അത് കൂടുവോ? ഒരിക്കലും ഇല്ല അല്ലെ, അതും ഫ്ലാറ്റ് ആണ്, അത്രേ ഉള്ളൂ മാക്സിമം. ഇതിനിടയിൽ എവിടെയാണെങ്കിലും നമുക്ക് ഈ ഒരു മൗസ് നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പൊ 24,175 മാർക്കറ്റ് നിൽക്കുന്നെങ്കിൽ 312 രൂപ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും അല്ലെ. അങ്ങനെ നിങ്ങൾ ഇത് വെച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതാണ്, നമുക്ക് സെല്ലിംഗ് ചെയ്യുന്നതിന്റെ ഒരു ബെനിഫിറ്റ് ഇവിടെ കിട്ടും. ഇനി അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, ഓപ്ഷൻ സെല് ചെയ്യാനായിട്ട് 1 ലക്ഷം രൂപ വേണ്ടതെന്ന്. വേണ്ട, നിങ്ങൾക്ക് ഇവിടെ ഫണ്ട് ആവശ്യമുള്ള ഫണ്ട് ഇത് ഇവിടെ കാണിക്കും. ഇതിപ്പോ മാർക്കറ്റ് ക്ലോസ്ഡ് ആയതുകൊണ്ടാണ് ഇതുണ്ട്, ഇവിടെ ഫണ്ട് റിക്കേർഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഫണ്ട് റിക്കേർഡ് 72,000 കാണിക്കുന്നുണ്ട്. ഇത് ശരിക്കും ലൈവ് മാർക്കറ്റിൽ വരുമ്പോൾ ഇതിലും കുറയും, ഇത്ര ആവില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് ഇത് ലൈവ് മാർക്കറ്റിലെ ഈ ഒരു ചാർട്ട് എടുത്ത് നോക്കി നിങ്ങൾ ഇങ്ങനെ ഡെമ്മി ആയിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുത്ത് നോക്കാവുന്നതാണ്. അപ്പം അവ കറക്റ്റ് ഇവിടെ നമ്മുടെ ക്യാപിറ്റൽ ആവശ്യമുള്ളത് കാണിക്കും. ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിയേ, ഞാൻ ഈ ബൈയിങ്ങിന്റെ ലെഗ് ഞാൻ കട്ട് ചെയ്ത് കളയാണ്. പുവർ സെല്ലിംഗ് ഞാൻ ചെയ്യുന്നെങ്കിൽ ഈ എമൗണ്ട് മാറി 2 ലക്ഷമായി അല്ലെ. ഇപ്പം വോളറ്റാലിറ്റി കൂടുതലും ഈ യുദ്ധത്തിന്റെ ഭീഷണിയൊക്കെ നിൽക്കുന്നതുകൊണ്ട് ബ്രോക്കേഴ്സ് മാർജിൻ കൂട്ടിയാണ് മേടിക്കുന്നത് ഓപ്ഷൻ സെല്ലിങ്ങിന്. ഇത് കണ്ടില്ല, ഞാൻ ഈ ബൈയിങ്ങിന്റെ ലെഗ് അവിടെ എടുത്തു കളഞ്ഞപ്പോഴത്തേക്കും ഇതെന്ത് സംഭവിച്ചു, ആ 72,000 എന്നുള്ളത് പെട്ടെന്ന് 2 ലക്ഷം രൂപ റിക്വയർമെന്റ്. അപ്പം നമ്മൾ ഹെഡ്ജ് ചെയ്ത് ചെയ്യുമ്പോൾ, അതായത് ഈ സ്ട്രാറ്റജി വൈസ് നമ്മൾ ഇത് ചെയ്യുമ്പം നമുക്ക് എന്ത് ചെയ്യും, ഈ ഫണ്ടിന്റെ റിക്വയർമെന്റ് വളരെ കുറയും. ഓക്കെ, സോ 2 ലക്ഷം വേണ്ടടുത്ത് വെറും 72,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സെല് ചെയ്യാം. അപ്പൊ ഈ 72,000 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1937 മാക്സിമം പ്രോഫിറ്റ്. ഇതിന്റെ എത്ര ശതമാനമാണെന്ന് നോക്കുകയാണെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ ആ ഒരു റിട്ടേൺ അതിന്റെ അല്ലെ. അതായത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിക്കളയാം. അതായത് ഇപ്പം നിങ്ങൾ പറയുകയാണ്, നിങ്ങൾ 72,056 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഈ സ്ട്രാറ്റജി നാളെ എടുക്കാന്ന് വിചാരിക്കുക. ഓക്കെ, സോ 1937 പ്രോഫിറ്റ് കിട്ടി. 72,056 ഇൻറ്റു
100 എത്രയാണ് 2.6%, അതായത് 2.7% നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണ് അല്ലെ. ഒരു ദിവസം കൊണ്ട് 2.7% നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾക്ക് ബാങ്കിൽ ഈ എമൗണ്ട് നിങ്ങൾ FD ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് കിട്ടുന്നത് 7% അല്ലെ. FD ഇടുന്നവർക്ക് അറിയാൻ പറ്റും 7% നിങ്ങൾക്ക് കിട്ടുന്നത്. അതേസമയം നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ ഈ പൈസ വെറുതെ കിടക്കുകയാണെങ്കിൽ ബാങ്ക് എത്ര തരും? 3.5 അല്ലെങ്കിൽ 4% ഇൻട്രസ്റ്റ് പെർ ആനം ഒരു വർഷത്തേക്കാണ് കിട്ടുന്നത് ഓർക്കുക. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന എത്രയാണ്? 2.7% ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, സോ ഇതിനെ നിങ്ങൾ 20 ട്രേഡ് ഉണ്ട് മാസത്തില്, 252 ട്രേഡ്സ് ഉണ്ട് ഇയർലി. അപ്പൊ 252 ഇൻറ്റു നിങ്ങൾ നോക്കുക, 252 ഇൻറ്റു അല്ലെങ്കിൽ 2.7 ഇൻറ്റു 252. ഓക്കെ, സോ നിങ്ങൾക്ക് എത്രയാണ് റിട്ടേൺ? 677% റിട്ടേൺ നിങ്ങൾക്ക് കിട്ടിക്കഴിയും അല്ലെ ഒരു വർഷം കൊണ്ട്. ഈ ഒരു എമൗണ്ട് വെച്ച് തന്നെ നിങ്ങൾ ഡെയിലി ഈ സ്ട്രാറ്റജി ചെയ്യുകയാണെങ്കിൽ. ഇതിൽ ലോസ് വരാനുള്ള സാധ്യത ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ വന്നാൽ തന്നെ നമുക്ക് ഈ ഒരു ലോസ് ആണ് വരിക. അപ്പൊ ലോസ് വരുന്ന ദിവസങ്ങൾ നിങ്ങൾ കുറയ്ക്കാൻ പ്രോബബിലിറ്റി എടുക്കുക. നിങ്ങൾ 252 ഡേയ്സ് നിങ്ങൾ നോക്കണ്ട പ്രോഫിറ്റ് ഉണ്ടെന്ന്. ഒരു 200 ഡേയ്സ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ട് നിങ്ങൾ വിചാരിക്കുക, ഒരു 52 ഡേയ്സ് നിങ്ങൾക്ക് ലോസും വരും എന്ന് വിചാരിക്കുക. കാരണം ഇതിന്റെ പ്രോബബിലിറ്റി ഞാൻ പറഞ്ഞല്ലോ, വിന്നിങ്ങിന് സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 200 ഡേയ്സ് നിങ്ങൾക്ക് പ്രോഫിറ്റും ഒരു 52 ഡേയ്സ് നിങ്ങൾക്ക് ലോസും ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ കാൽക്കുലേഷൻ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, സോ ഇത് ഞാൻ എക്സലിൽ കാണിച്ചു തരാം. നമുക്കിത് എടുക്കേണ്ട രീതി മനസ്സിലായല്ലോ. ജസ്റ്റ് നമ്മൾ ഫയേഴ്സിന്റെ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യുന്നു, അതിനുശേഷം സ്ട്രാറ്റജി ബിൽഡർ എടുക്കുന്നു. നമ്മുടെ വ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ഇവിടെ മനസ്സിലാക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സ്ട്രാറ്റജി ബിൽഡർ എടുത്തു കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നു. ആ ഓപ്പൺ ആയി വരുന്ന സംഭവം നമ്മൾ എന്ത് ചെയ്യും? അതിനുശേഷം നമ്മൾ അതിനകത്ത് സിമ്പിൾ ആയിട്ട് പോയിട്ട് നമുക്ക് അപ്സൈഡ് വ്യൂ ആണുള്ളത്, അതായത് ബുള്ളിഷ് വ്യൂ ആണ് ഉള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബുൾ പുട്ട് സ്പ്രെഡ് എടുക്കും. ഇനി ബിയറിഷ് വ്യൂ ആണ് ഉള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബിയറിഷ് വ്യൂ ആണ് നമുക്ക് ഉള്ളതെങ്കിൽ നമ്മൾ അതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള സ്ട്രാറ്റജി നമ്മൾ എന്തെടുക്കും? ബിയർ കോൾ സ്പ്രെഡ് എടുക്കും അല്ലെ. അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല, നിങ്ങൾ കൺഫ്യൂഷൻ ആവും. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ബിയർ കോൾ സ്പ്രെഡ് നമ്മൾ അടുത്തൊരു വീഡിയോയിലൂടെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഏത് സ്ട്രൈക്കാണ് നമ്മൾ വാങ്ങേണ്ടതെന്ന് വിൽക്കേണ്ടതെന്നുള്ളത് കറക്റ്റ് ആയിട്ട് അവർ കാണിക്കും. ഇത് സെല്ല് ബൈ. ഓക്കെ, സോ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക? നമുക്ക് ഫയേഴ്സിൽ ഫണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ എക്സിക്യൂട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓർഡർ അവിടെ എക്സിക്യൂട്ട് ആയിക്കോളും. ഓക്കെ, അതിനുശേഷം നമുക്ക് അത് നമ്മളുടെ പോയിട്ട് ഇവിടെ വാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇത്ര സിമ്പിൾ ആണ്. അപ്പൊ ഇതിന്റെ എന്നിട്ട് നമുക്കിത് ഇവിടം വരെ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ എനിക്ക് എത്ര പ്രോഫിറ്റ് കിട്ടും, എക്സ്പയറിയിൽ എത്ര പ്രോഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ എക്സ്പയറിക്ക് മുമ്പ് അവിടം വരെ പോയാൽ എനിക്ക് എത്ര പ്രോഫിറ്റ് കിട്ടും, ഇവിടെ വരെ ഇറങ്ങി എനിക്ക് എത്ര ലോസ് വരും, ഇതെല്ലാം നമുക്ക് കാണാം. ഇതിന്റെ ബ്രേക്ക് ഇവൻ എന്ന് പറയുന്നത് 24,170 ആണ്. അതായത് മാർക്കറ്റ് ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ ഇത് എടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, മാർക്കറ്റ് 24,170, അതായത് ഏകദേശം ഈ ഒരു ലെവലിന്റെ മുകളിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, സോ ഇതിന് താഴെ മാർക്കറ്റ് പോയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ലോസ് വരുള്ളൂ. ഓക്കെ, സോ അതേസമയം നിങ്ങളൊരു ഓപ്ഷൻ ബൈയിങ് ആണ് ചെയ്യുന്ന നോക്കുക. ഇതേ വ്യൂ ഉള്ള ഒരാള് നിങ്ങൾ സിമ്പിൾ ആയിട്ട് 24,200 കോൾ ഓപ്ഷൻ ബൈ ചെയ്യണമെന്ന് വിചാരിക്കുക. ഓക്കെ, സോ നമ്മൾ അത് നോക്കാം. ഓക്കെ, സോ നിങ്ങൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ഇത് കണ്ടില്ലേ? ഇപ്പൊ നിങ്ങൾ ഉദാഹരണത്തിന് ഞാൻ ഇതെല്ലാം വിട്ടു. ഓക്കെ, ഇത് ഞാൻ വിട്ടു. ഇത് വിട്ടിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു കോൾ ഓപ്ഷൻ ഇത് കോളാക്കി മാറ്റി കൊടുത്തു. ഇത് ഞാൻ വേണ്ടാന്ന് വെച്ചു. ഇത് ഞാൻ ബൈ ചെയ്യുന്നു നോക്കുക. ഓക്കെ, സോ ഞാൻ കോൾ ഓപ്ഷൻ കണ്ടോ, കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ എനിക്ക് അപ്സൈഡ് വ്യൂ ഉണ്ട്. 91.4 രൂപ കൊടുത്തിട്ട് ഞാൻ ഈ പ്രീമിയം 91.4 ഞാൻ ഒരു ലോട്ട് മേടിക്കുകയാണ്. എനിക്ക് എത്ര രൂപ വേണം? വെറും 6,000 രൂപ മതി. കാര്യം ശരിയാണ്, 72,000 വേണ്ടിയിട്ട് 6,000 രൂപ മതി. ഇവിടെ നിങ്ങൾ നോക്കുക, അൺലിമിറ്റഡ് പ്രോഫിറ്റ് എന്നുള്ളത് കണ്ട് നമ്മൾ അല്ലേ. പക്ഷെ നമുക്കറിയാം ഒരിക്കലും പ്രോഫിറ്റ് അൺലിമിറ്റഡ് ആണെന്ന് അറിയാം, പക്ഷെ അത് വരാനുള്ള സാധ്യത നോക്കിയേ, വെറും 34% ആണ് അത് കിട്ടാനുള്ള സാധ്യത. മറ്റേത് നമ്മൾ 58% കണ്ടെടുത്ത് ഇവിടെ വിന്നിംഗ് പ്രോബബിലിറ്റി കണ്ടില്ലേ, വെറും 35% ആണ് ഇവിടെ വിന്നിംഗ് പ്രോബബിലിറ്റി ഉള്ളത്. അപ്പൊ ഈ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാക്സിമം ലോസ് എത്രയാണ് അല്ലെ? നമ്മുടെ പ്രീമിയം നമ്മുടെ ക്യാപിറ്റൽ അങ്ങനെ തന്നെ ഇവിടെ നഷ്ടപ്പെടും അല്ലെ. അതേസമയം കിട്ടുവാണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് പ്രോഫിറ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷെ അൺലിമിറ്റഡ് പ്രോഫിറ്റ് കിട്ടാനായിട്ട് മാർക്കറ്റ് അങ്ങ് റോക്കറ്റ് പോലെ പറക്കണം. ഓക്കെ, അത് ഒരിക്കലും ഒരു ഒറ്റ ലൈനിൽ മാർക്കറ്റ് ഒരിക്കലും പോകത്തുമില്ല. അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ് വേണം. ഇനി ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കിയേ, 24,291 ഇവിടെ ബ്രേക്ക് ഇവൻ. ഈ ഒരു ലെവലിന്റെ മുകളിൽ മാർക്കറ്റ് നിന്നാൽ മാത്രമേ നമുക്ക് നഷ്ടം വരാതിരിക്കുള്ളൂ അല്ലെ. അപ്പം ഇതിന് താഴെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നോക്കുക, ഇതിന് താഴെയാണ് മാർക്കറ്റ്, അതായത് 24,291 എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ലെവലാണ് അല്ലെ. ഈ ഒരു ലെവൽ ഇത് കണ്ടില്ലേ, ഈ ഒരു ലെവലാണ് മാർക്കറ്റ്. 24,290 എന്ന് പറയുന്ന ലെവൽ ഇതാണ്. അപ്പൊ ഇതിന്റെ മുകളിൽ നിന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ
ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആവുള്ളൂ. മാർക്കറ്റ് ഇതിന്റെ മുകളിൽ എക്സ്പയറി ആവണം. അതേസമയം നമ്മൾ ആദ്യം പറഞ്ഞ സ്ട്രാറ്റജി അനുസരിച്ചാണെങ്കിലോ 170ന്റെ മുകളിൽ നിന്നാൽ മതി. അപ്പൊ ഈ ഒരു സ്പേസും കൂടെ നമുക്ക് അവിടെ ബെനിഫിറ്റ് ആയിട്ട് കിട്ടുകയാണ്. ഓക്കെ, ഇതാണ് ഓപ്ഷൻ നേക്കഡ് ആയിട്ട് ബൈ ചെയ്യുന്നതും അതുപോലെ സ്ട്രാറ്റജി ആയിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ഡിഫറൻസ്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ ജസ്റ്റ് അതിന്റെ എക്സൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, ഇപ്പൊ നമ്മൾ ബുൾ പുട്ട് സ്പ്രെഡ് ആണ് പറഞ്ഞത്. അതിൽ നമ്മൾ സെൽ ATM പുട്ട്, അതായത് ഇതിനകത്ത് ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ATM പുട്ട് നമ്മൾ സെല്ല് ചെയ്യണം. അത് 24,200 എന്ന് പറയുന്ന പുട്ട് 72 രൂപ 7 പൈസയാണ് പ്രീമിയം. അതുപോലെ തന്നെ ഒരു OTM പുട്ട് നമ്മൾ വാങ്ങണം. അതായത് 24,200 നമ്മുടെ ATM പുട്ടാണെങ്കിൽ അത് നമ്മൾ സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു 100 പോയിന്റ് 150 പോയിന്റ് അത് നിങ്ങളുടെ ക്യാപിറ്റലിന്റെ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് വാങ്ങാം. 24,100ന്റെ പുട്ട് നിങ്ങൾ ബൈ ചെയ്യുക. എന്നിട്ട് ഇത് നിങ്ങൾ, ഞാൻ മൈനസ് ഇട്ടേക്കുന്നുണ്ട്, ഇത് ഞാൻ പ്രീമിയം നമ്മൾ കൊടുത്തു എന്നാണ് അർത്ഥം. ബൈ ചെയ്യുമ്പോൾ നമ്മൾ പ്രീമിയം കൊടുക്കുകയാണ്, സെല്ല് ചെയ്യുമ്പോൾ പ്രീമിയം നമ്മൾ കളക്ട് ചെയ്യാണ്. അപ്പൊ ഇവിടെ നെറ്റ് പ്രീമിയം റിസീവബിൾ എന്ന് പറയുന്നത് നമുക്ക് ഇതിന്റെ ഡിഫറൻസ് ആണല്ലേ, 29.8 ആണ്. ഉദാഹരണത്തിന് 30 rupees എന്ന് വെച്ചോളൂ. അപ്പൊ ബ്രേക്ക് ഇവൻ എന്ന് പറയുന്നത് നമ്മളുടെ സെല്ലിംഗ് സ്ട്രൈക്കിൽ നിന്നും 30 പോയിന്റ് കുറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ബ്രേക്ക് ഇവൻ. അതാണ് 170 എന്ന് പറയുന്നത്, 24,170 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ 24,170ക്ക് മുകളിലാണ് മാർക്കറ്റ് എക്സ്പയറി ആകുന്നതെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് എന്ത് കിട്ടും, ഈ 29 rupees നമുക്ക് പ്രോഫിറ്റ് കിട്ടും. 29.8 ഇൻറ്റു നമ്മുടെ ഒരു ലോട്ട് എന്ന് പറയുന്നത് 65, 1937 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, സോ സെയിം ആണ് നമ്മൾ ബുൾ ബിയർ കോൾ സ്പ്രെഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വ്യൂ ബെയറിഷ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ATM കോൾ നമ്മൾ സെല്ലിയും ചെയ്യും, ഒരു OTM കോൾ നമ്മൾ ബൈയും ചെയ്യും. ആ സ്ട്രൈക്ക് നിങ്ങൾക്ക് ATM എന്തായാലും മാറാൻ പോകുള്ള, നമ്മൾ എടുക്കാൻ പോകുമ്പോൾ ഏതാണോ സ്പോട്ട് പ്രൈസുമായിട്ട് അടുത്ത് നിൽക്കുന്നത് അതാണല്ലോ നമ്മുടെ അഡ്ഡമണി സ്ട്രൈക്ക് എന്ന് പറയുന്നത്. അതനുസരിച്ചിട്ട് ഞങ്ങൾ അത് എടുക്കുന്നു. അതിനുശേഷം OTM കോൾ എന്ന് പറയുന്നത് ഏത് സ്ട്രൈക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ നിങ്ങൾ ഈ സ്ട്രാറ്റജി ബിൽഡറിൽ പോയിട്ടാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയേ. ഇപ്പം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു സെല്ല് ചെയ്തു. ഓക്കെ, പുട്ട് സെല്ല് ചെയ്തു. ഇവിടെ നമ്മൾ പുട്ട് ബൈ ചെയ്തു, ഇവിടെ പുട്ട് സെല്ല് ചെയ്തു. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ സ്ട്രാറ്റജി. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇനി ഈ വാല്യൂ ഞാൻ മാറ്റുമ്പോൾ ഇവിടെ വരുന്ന ചേഞ്ചസ് ശ്രദ്ധിച്ചോണം. ഇവിടെ ക്യാപിറ്റലിന്റെ റിക്വയർമെന്റ് മാറുന്നത് ശ്രദ്ധിക്കണം, ബ്രേക്ക് ഇവൻ മാറുന്നത് ശ്രദ്ധിക്കണം, പ്രോബബിലിറ്റി മാറുന്നത് ശ്രദ്ധിക്കണം, ലോസ് പ്രോഫിറ്റ് ഇത് മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഇപ്പം ഇവിടെ ഒരു 100 പോയിന്റ് ഗ്യാപ്പ് വരുന്ന സ്ട്രൈക്കുകളാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ 200 പോയിന്റ് ആക്കുകയാണെന്ന് വിചാരിക്കുക. അറ്റ് മണി നമ്മൾ എന്തായാലും മാറ്റുന്നില്ല, അത് അറ്റ് മണി എന്ന് പറയുന്നത് സ്പോട്ടുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സ്ട്രൈക്കാണ്. ഇപ്പൊ ഇവിടെ ഞാൻ 24,000 ആക്കി നോക്കുക. 200 പോയിന്റ് ഡിഫറൻസിലുള്ള ഒരു കോളാണ്, ഒരു പുട്ടാണ് ബൈ ചെയ്യുന്നത് വിചാരിക്കുക. അപ്പൊ എന്താണ് മാറ്റം നോക്കിയേ, ഇവിടെ ക്യാപിറ്റൽ റിക്വയർമെന്റ് വീണ്ടും കൂടി അല്ലെ, റിസ്ക് കൂടി. ഇവിടെ ഒരു വലിയ റേഞ്ച് ആകുമ്പോൾ റിസ്ക് കൂടുന്നു. അപ്പൊ 77,000 ആയി നമ്മുടെ ക്യാപിറ്റൽ റിക്വയർമെന്റ്. അതേസമയം പ്രോബബിലിറ്റി കൂടി അല്ലെ, കാരണം എന്താണ്, ആ റേഞ്ചിനകത്ത് മാർക്കറ്റ് നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ, അതുകൊണ്ട് നമ്മുടെ പ്രോബബിലിറ്റി കൂടി. പക്ഷെ ലോസ് നോക്കിയേ, ലോസും കൂടി അല്ലെ, 4,000 സംതിങ് ആയിരുന്ന ലോസ് ഇപ്പം 10,000 കാണിക്കുന്നത്. അതേസമയം പ്രോഫിറ്റോടെ കൂടി. അപ്പൊ നമ്മൾ ഈ സ്ട്രൈക്ക് മാറുന്നതനുസരിച്ച് ഈ വാല്യൂസ് മാറും. അത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഓപ്ഷൻസിന്റെ ആ ഒരു സ്ട്രൈക്ക് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് പ്രീമിയത്തിൽ വരുന്ന മൂവ്മെന്റും പേ ഓഫ് ചാർട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അത് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ ടെലഗ്രാമിന്റെ വാട്സപ്പിന്റെ ഒക്കെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഓപ്ഷൻസിന്റെ മാസ്റ്റർ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഓപ്ഷൻസ് ബേസിക് തൊട്ട് സ്ട്രാറ്റജി എടുക്കുന്നവരെയുള്ള അഡ്വാൻസ് ലെവൽ വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, സോ നമ്മളുടെ ബാച്ചസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്തിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അങ്ങനെ താല്പര്യമുള്ളവർ അത് പഠിക്കുക. ഓപ്ഷൻസ് എപ്പോഴും പഠിച്ച് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് ഇത് മാത്രം പോയി ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കരുത്. സോ ഇതിന്റെ ബാക്കിലുള്ള ഒരു സയൻസ് ഉണ്ട് അല്ലെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാവുള്ളൂ. അപ്പൊ ഇതൊക്കെ റെഡിമെയ്ഡ് സ്ട്രാറ്റജീസ് ആണ്. ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ചെറിയ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഒരിക്കലും നേക്കഡ് ആയിട്ട് പോയി ഓപ്ഷൻസ് ബൈ ചെയ്യാതെ ഇത്തരം സ്ട്രാറ്റജീസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ക്യാപ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക. ഓപ്ഷൻസിന്റെ മാസ്റ്റർ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ സിമ്പിൾ സ്ട്രാറ്റജി, ബുൾ പുട്ട് സ്പ്രെഡ് അല്ലെങ്കിൽ ബിയർ കോൾ സ്പ്രെഡ്. ബുൾ പുട്ട് സ്പ്രെഡ് എന്ന് പറയുന്നത് നമ്മളുടെ ബുള്ളിഷ് വ്യൂവിനെ സപ്പോർട്ട് ചെയ്യുന്നതും ബിയർ കോൾ സ്പ്രെഡ് എന്ന് പറയുന്നത് നമ്മളുടെ ബിയറിഷ് വ്യൂവിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. ഓക്കെ, പ്രോഫിറ്റും അതുപോലെ തന്നെ ലോസും ഇതിനകത്ത് ക്യാപ്ഡ്
ക്യാപ്ഡ് ആയിരിക്കും. ഓക്കെ, നമ്മളുടെ കൺട്രോളിനകത്ത് നിന്നോളും. അതായത് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ലോസോ അല്ലെങ്കിൽ പ്രോഫിറ്റോ ഒന്നും അല്ല ഇവിടെ. നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം മാക്സിമം നമുക്ക് എത്ര ലോസ് വരും അല്ലെങ്കിൽ മാക്സിമം നമുക്ക് എന്ത് പ്രോഫിറ്റ് കിട്ടും എന്നുള്ളത് നമുക്കറിയാം. ഇതിപ്പോ നിങ്ങൾ ഓവർനൈറ്റ് വേണമെങ്കിൽ നിങ്ങൾ എടുക്കാം. ഇപ്പൊ ഇന്ന് നിങ്ങൾ എടുത്തു വെച്ചതാണെങ്കിൽ പോലും നാളെ ഇനി ട്രംപ് എന്ത് തന്നെ ന്യൂസ് അനൗൺസ് ചെയ്തു, മാർക്കറ്റ് 1000 പോയിന്റ് മുകളിൽ പോയി 1000 പോയിന്റ് താഴെ പോയി, ഗ്യാപ് ഡൗൺ ഗ്യാപ്പ് അപ്പ് എന്ത് തന്നെ വന്നാലും നിങ്ങളെ സംബന്ധിച്ച് മാക്സിമം ലോസ് എന്ന് പറയുന്നത് എത്രയാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട്. മാക്സിമം പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ ആ സ്ട്രാറ്റജിയുടെ കേസിൽ നിങ്ങൾക്ക് മാക്സിമം ലോസ് എന്ന് പറഞ്ഞാൽ 4563 രൂപ ഉള്ളത്. ഇപ്പം നിഫ്റ്റി 2000 പോയിന്റ് ഗ്യാപ് ഡൗൺ ആയി എന്ന് പറഞ്ഞാൽ പോലും നിങ്ങളെ സംബന്ധിച്ച് മാക്സിമം ലോസ് ഇതാണ് അല്ലെ. അതേസമയം മാക്സിമം പ്രോഫിറ്റ് ഇത്രേ ഉള്ളൂ. ഇതിനപ്പുറത്തൊന്നും സംഭവിക്കാനില്ല. എന്ത് തലകുത്തി മറിഞ്ഞെന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതാണ് ഈ സ്ട്രാറ്റജി വെച്ചിട്ട് നമ്മൾ ഓപ്ഷൻസ് ചെയ്യുന്നതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.